ലാരാവലിന്റെ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മൾ കോമ്പോണൻസിനെ പറ്റിയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ സബ് വ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള യു ഐ ഇന്റർഫേസുകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരേ കോൺസെപ്റ്റ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റൗട്ട്സിൽ അല്ലെങ്കിൽ പേജസിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റീയൂസ് ചെയ്യും. അതിന്റെ ഒരു മെത്തേഡ് ആയിരുന്നു പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ഇൻക്ലൂഡ് എന്നുള്ളത്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഫോളോ ചെയ്യുന്ന, എസ്പെഷ്യലി ഇപ്പോൾ ഫ്രണ്ട് എൻഡിന്റെ ഒക്കെ കേസിൽ ഇപ്പോൾ ലാരാവെല് മാത്രമല്ല റിയാക്റ്റോ ആംഗുലർ ജെഎസ് ഒക്കെ ഒരു കോമ്പോണന്റ് ബേസ്ഡ് ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ റിയാക്റ്റ് ഒക്കെ അറിയുന്നവർക്ക് ഒന്നും കൂടി ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതാണ് കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കോമ്പോണൻസ്, എങ്ങനെയാണ് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നതും ഡൈനാമിക് ആക്കുന്നത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം എന്താണ് ലാരാവൽ കോമ്പോണന്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം യൂസർ ഇന്റർഫേസിലെ റീയൂസബിൾ ആയിട്ടുള്ള ഓരോ പാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ഒരു ത്രൂ ഔട്ട് ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കോമ്പോണന്റിന്റെ ആവശ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോൾ ഒരു ഹെഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അലേർട്ട് മെസ്സേജ്, ഇപ്പം യൂസറിന് എന്തെങ്കിലും ഒരു അലേർട്ട്, ഇപ്പോൾ ഓക്കെ ക്യാൻസൽ കാണിക്കുന്ന ഒരു പോപ്പപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ ഒരു പോപ്പപ്പിന്റെ ഈ ഒരു കോഡ് എഴുതി കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോമൺ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും ഈ ഒരു പോപ്പപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് ഡൈനാമിക് ആയിട്ടുള്ള ഡാറ്റ പാസ് ചെയ്ത് കൊടുത്ത് എല്ലാ പേജസിലും യൂസ് ചെയ്യും. അപ്പം എല്ലാ പേജിലും പോയി ഇതേപോലെ HTML ആൻഡ് PHP കോഡ് അഗൈൻ ആൻഡ് അഗൈൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ കോമ്പോണൻസ് വൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്ലേസിലും എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്സുകളാണ് ഈ ഒരു കോമ്പോണൻസ് എന്ന് പറയാം. അപ്പോൾ എഗൈൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങളുടെ ഒരു കാർഡ് ഡിസൈൻ ചെയ്യുവാണ്, അതിനകത്ത് നമ്മൾ യൂസർ ഇൻഫർമേഷൻ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പം എല്ലാ പേജിലും ഈ ഒരു യൂസർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യേണ്ട എല്ലാ പേജസിലും പോയിട്ട് ഇത് കാണിക്കുന്നതിന് പകരം നമുക്കൊരു കാർഡ് HTML ക്രിയേറ്റ് ചെയ്യാം. ഈ കോമ്പോണന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അവിടെയൊക്കെ ഈ കോമ്പോണന്റിനെ യൂസ് ചെയ്താൽ മതി. ഇതെനിക്ക് ഏകദേശം എന്താ കോമ്പോണന്റ് എന്ന് ക്ലിയർ ആയില്ലേ. ഇനി ലാരാവലിന്റെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ PHP-ന്റെ ഒരു ഫീച്ചർ അല്ല ഈ ഒരു കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇത് ഫ്രെയിംവർക്കിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ലാരാവലിന്റെ സ്പെസിഫിക് ഫീച്ചർ ആണ് ഈ ഒരു കോമ്പോണൻസ്. അപ്പം രണ്ട് ടൈപ്പ് കോമ്പോണൻസ് ഉണ്ട്, അനോണിമസ് കോമ്പോണൻസും ക്ലാസ് ബേസ്ഡ് കോമ്പോണൻസും. അനോണിമസ് കോമ്പോണൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ സബ്യൂവിന്റെ കേസിൽ പറഞ്ഞ പോലെ അവിടെ സിമ്പിൾ ആയിട്ടുള്ള ബ്ലേഡ് ടെംപ്ലേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ ഒരു ബ്ലേഡ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യും. ഇനി ഒന്നും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പോണൻസ് വരുമ്പോൾ നമുക്കവിടെ PHP കോഡും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരൂലേ. അപ്പൊ അങ്ങനെ HTML-നെയും PHP ഫയൽസിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് ബേസ്ഡ് കോമ്പോണൻസ്. കോമ്പോണൻസ് നിങ്ങളെ ഒന്ന് ഡ്രൈ കോൺസെപ്റ്റിന് ഹെൽപ്പ് ചെയ്യും, അതായത് ഒരു റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡോണ്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന ഒരു കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കോഡ് ഒന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയർ ആയിരിക്കും. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള UI എലമെന്റ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നാലും എല്ലായിടത്തും പോയി ചേഞ്ച് ചെയ്യേണ്ട, അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കോമ്പോണന്റിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ കോഡ് ബെറ്റർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കമാൻഡ് ലൈൻ ത്രൂ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയൽ യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കമാൻഡ് ലൈൻ ത്രൂ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ. ഇതാണ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ്. PHP ആർട്ടിസൻ മെയ്ക്ക് കോമ്പോണന്റ് സ്പേസ് ഇട്ടിട്ട് നിങ്ങളുടെ കോമ്പോണന്റ് നെയിം കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിനൊക്കെ നെയിം കൊടുക്കുന്ന പോലെ തന്നെ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിൽ യൂസർ കാർഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. യൂസർ കാർഡ് കോമ്പോണൻസ് മീൻസ് ഈ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, PHP-ന്റെ ഫയലും അതുപോലെ തന്നെ ലാര ഫയലിലും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ HTML ടെംപ്ലേറ്റും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ആപ്പ് ഫോൾഡർ ഇല്ലേ, അതിന്റെ അകത്ത് വ്യൂ ഫോൾഡറിന്റെ അകത്ത് കോമ്പോണൻസ് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ അകത്താണ് ഈ ഒരു PHP ക്ലാസ് ഉള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മൾ നോർമൽ നമ്മുടെ ക്ലാസ് ഇല്ലേ, അതാണ് ജസ്റ്റ് ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഉണ്ട്, ഒരു റെൻഡർ ഫംഗ്ഷൻ ഉണ്ട്. ഇതിനെ
റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള കോളൊക്കെ നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ നോക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ടെംപ്ലേറ്റ് ജനറേറ്റ് ആയിരിക്കുന്നത് റിസോഴ്സിന്റെ അകത്ത് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ അകത്ത് അഗൈൻ കോമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇതിന് കബാബ് എന്ന് പറയുന്നത്, നമ്മൾ ക്യാമൽ കേസ് എന്നൊക്കെ പറയുന്ന ഒരു ഇതൊരു കബാബ് കേസ് ആണ്. അതായത് നമ്മൾ യൂസർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു ആ ഒരു നെയിം കൊടുത്തത്. അപ്പം യൂസർ കാർഡ് എന്ന് കൊടുക്കുമ്പോൾ ഇത് യൂസർ ഹൈഫൻ കാർഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ബ്ലേഡിന്റെ നെയിം വരുന്നത്, കോമ്പോണന്റിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പം കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാം, മാനുവൽ ആയിട്ടും വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഈ ഒരു സിമ്പിൾ യൂസർ കാർഡ്, അതായത് ഞാനൊരു യൂസർ കാർഡിന്റെ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ഇതിനകത്തൊന്നുമില്ല, നമുക്ക് ഡൈനാമിക് ഡാറ്റ ഒന്നുമില്ല. ഒരു കുറച്ച് ഡിവിഷൻസ് ഉണ്ട്, കണ്ടെയ്നർ ഡിവിഷൻസ്. അതിൻ്റെ അകത്തൊരു നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ്. ഇവിടെ നമ്മൾ ക്ലാസിന്റെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് നമ്മളൊരു അനോണിമസ് ടെംപ്ലേറ്റ് പോലെ, അനോണിമസ് ആണ്, ഇവിടെ PSP ഫയൽ ഉണ്ട്, പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് ഇനി ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്, ഈ ഒരു കോമ്പോണന്റ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പേജിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുള്ള, ഇതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എക്സ് ഹൈഫൻ, ഇത് 2-3 ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ കോമ്പോണന്റിന്റെ നെയിം കൊടുക്കുക, എക്സ് ഹൈഫൻ കോമ്പോണന്റിന്റെ നെയിം കൊടുക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, സാധാരണ HTML ടാഗ് ഒക്കെ ക്ലോസ് ചെയ്യുന്ന പോലെ ക്ലോസ് ചെയ്യാം. ഇനി ഞാൻ എന്റെ പ്രൊജക്ട് ഒന്ന് റൺ ചെയ്യട്ടെ. നമ്മൾ ബ്രൗസറിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ആ ഒരു നമ്മുടെ ഈ ഒരു പ്രൊഫൈലിന്റെ പേജിലേക്ക് ഈ ഒരു ടെംപ്ലേറ്റ്, ഒരു കോമ്പോണന്റും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ പേജിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാ ഡൈനാമിക് ആക്കുന്നതെന്ന് നോക്കാം. അതിന് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ എന്താ ചെയ്തത്, യൂസർ കൺട്രോളറിന്റെ അകത്തുനിന്ന് ഇത്രയും യൂസർ ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് പാസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഞാൻ ഇതിനെ ഈ ഒരു, ഇപ്പൊ നമ്മളിവിടെ സ്റ്റാറ്റിക് ആയിട്ടാണല്ലോ ഈ ഒരു ടെംപ്ലേറ്റിന്റെ അകത്ത് നെയിം ആണെങ്കിലും ഇമെയിൽ ഐ ഡി ആണെങ്കിലും പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഈ ഒരു ലോഗിൻ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റ ഇല്ലേ, ഇത് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ട്, അതായത് നമുക്ക് ഏതൊക്കെ പേജിലാണോ, ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള വ്യൂ ഉണ്ടല്ലേ, ഹോമിന്റെ അകത്തുണ്ട്, പ്രൊഫൈലിന്റെ അകത്തുണ്ട്. അപ്പം ഈ ഓരോ വ്യൂവിൽ നിന്നും എനിക്ക് ഓരോ നെയിം ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ ഡീറ്റെയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, എനിക്ക് എൻ്റെ ഈ ഒരു ടെംപ്ലേറ്റിൽ കൊണ്ടുവന്ന് കാണിക്കണം. ഒരു ജനറൽ ആയിട്ട് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡാറ്റ നമ്മൾ ഒരിക്കലും ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ട് കൊടുക്കില്ലല്ലോ, നമുക്ക് ആ കോൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യേണ്ട ഡാറ്റ പാസ് ചെയ്ത് വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഡാറ്റ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് നമുക്കൊരു സ്റ്റാറ്റിക് ഡാറ്റ പാസ് ചെയ്യുന്നതെങ്കിലും കാണിച്ചു തരാം. ഞാൻ ആ ലോഗിൻ യൂസറിന്റെ അരയ്ക്ക് പകരം മാനുവൽ ആയിട്ട് ഇതുപോലെ സ്ട്രിംഗ് ലിറ്ററൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മാനുവൽ ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും നെയിമും പാസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്ന യൂസർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലാസ്സിലെ ഇവിടെ 2 വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. നെയിം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇമെയിലും വരുന്നുണ്ട്. ഇനി ഇതിന്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷനിലേക്കാണ് നമ്മൾ ആ പാസ് ചെയ്ത് കൊടുക്കുന്ന നെയിം ആണെങ്കിലും ഇമെയിൽ ഐ ഡി ആണെങ്കിലും വരുന്നത്. കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസിന്റെ നെയിമായിട്ട് ഈ നെയിമിനെ റിസീവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യൂലേ, നോർമൽ PHP കോഡ് തന്നെ. നെയിം ഇമെയിൽ വരും. ഇനി നമ്മുടെ ഇവിടെ വന്നിട്ട് മീൻസ് ഈ ഒരു കാർഡിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ബ്ലേഡിന്റെ സിൻടാക്സ് ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് നെയിമിനെയും നമ്മുടെ ക്ലാസിന്റെ ആ ഒരു ഒബ്ജക്റ്റിന്റെ പാർട്ടായിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ബ്ലേഡിൽ അത് അവൈലബിൾ ആയിരിക്കും, ജസ്റ്റ് യൂസ് ചെയ്താൽ മതി. റിഫ്രഷ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, ആ ഒരു നെയിം വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഡാറ്റ മീൻസ് എന്താ പറയുക സ്ട്രിംഗ് ലിറ്ററൽസ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുപോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ കോളൻ സിൻടാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോളൻ ഇട്ടിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ട വേരിയബിൾ നെയിം കൊടുക്കും, അതുപോലെ തന്നെ ഡാറ്റയും കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇപ്പൊ ഇവിടെ നമുക്കൊരു സിംഗിൾ വേരിയബിളേ വരുന്നുള്ളൂ, ലോഗിൻ യൂസർ എന്ന് പറഞ്ഞിട്ട് ആ ലോഗിൻ യൂസറിനെ റിസീവ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. ഫൈനലി എന്ത് ചെയ്യാം, ഈ ഒരു ലോഗിൻ യൂസറിൽ നിന്ന് നെയിമും ഇമെയിലും തന്നെ നെയിമിനെ ആക്സസ് ചെയ്യാം. ഇമെയിലിനെ ആക്സസ് ചെയ്യാം. സോറി, ഒബ്ജക്റ്റ് അല്ല അറേ ആയിട്ടാണല്ലോ പാസ് ചെയ്തത്. ആണല്ലേ. അപ്പൊ ഇതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോളൻ സിൻടാക്സ് യൂസ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ നിങ്ങൾക്കിപ്പം ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ HTML കണ്ടന്റ് ഫുള്ള് ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുമായിരുന്നു അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റും കൂടി ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇതുപോലെ സെൽഫ് ക്ലോസിംഗ് ആയിട്ടുള്ള ടാഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഇപ്പോ നമ്മളിവിടെ നിന്നിട്ടല്ലേ ക്ലോൾ ചെയ്തിരിക്കുന്നത്, നോർമൽ HTML ടാഗ് ക്ലോസ് ചെയ്യുന്ന പോലെ ഇതിനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് എക്സ് യൂസർ കാർഡ്, ഇതിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ HTML കണ്ടന്റ് പാസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുവാണ്. യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു വേരിയബിൾ പോലെ ഇനി എങ്ങനെയാണ് ഈ ഒരു ബ്ലേഡിലേക്ക് ഇത് റിസീവ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സ്ലോട്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡൈനാമിക് URL നിന്ന് ഡാറ്റ വരുന്ന സമയത്ത് ഒരു പ്ലേസ് ഹോൾഡർ സെറ്റ് ചെയ്യും അല്ലേ, അതുപോലെ ഒരു സ്ലോട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫാൾട്ട് ഇവിടെ empty ആയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും ഡാറ്റ നമ്മൾ ഈ ഒരു ഇവിടുന്ന് പാസ് ചെയ്ത് വരുവാണെങ്കിൽ അതായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലോട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ മൂന്നാമത്തെ ഇവിടെ കണ്ടില്ല, യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡാറ്റ പാസ് ചെയ്തു. അപ്പൊ ഇതൊരു പ്ലേസ് ഹോൾഡർ പോലെയാണ്, അതായത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ സ്റ്റൈൽ CSSന്റെ ഡീറ്റെയിൽസ്, ഇപ്പൊ ക്ലാസ് ഒക്കെ ഇതുപോലെ ആട്രിബ്യൂട്ട് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ലോഗിൻ ചെയ്ത യൂസറിന് ഒരു കളറും ലോഗിൻ ചെയ്യാത്ത യൂസറിന് വേറൊരു കളറും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ക്ലാസ് നെയിം ഇതുപോലെ പാസ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് യൂസ് ചെയ്യുന്നതിന് പകരം ക്ലാസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ വേരിയബിൾ ആയിട്ട് എടുക്കാം. അതുപോലെ എന്തെങ്കിലും ഇതുപോലെ കണ്ടന്റുകൾ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടന്റ് പാസ് ചെയ്തിട്ട് അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി സ്ലോട്ടിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ലോട്ട്സ് ഒരേ കോമ്പോണന്റിൽ തന്നെ യൂസ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സ്ലോട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മൾ എക്സ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാ യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജനറൽ ആയിട്ട് പാസ് ചെയ്തത്. ഇത് കൂടാതെ എക്സ് സ്ലോട്ട്, എന്നിട്ട് നമ്മൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. അതിനെ ഈ ഒരു സ്ലോട്ടിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ടാട്ടോ ഇതിന് നെയിം കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു എക്സ് സ്ലോട്ടിനെ ക്ലോസ് ചെയ്യാം. അതിന്റെ അകത്തേക്ക് യൂസർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ ഇട്ടു. ഇത് കോപ്പി ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഒരു സ്ലോട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ചുമ്മാ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു നമുക്കതിന് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നെയിംഡ് സ്ലോട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ലോട്ട്സ് നിങ്ങളുടെ ഒരു സെയിം കോമ്പോണന്റിൽ തന്നെ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ സ്ലോട്ടിന് പകരം നിങ്ങൾക്ക് നമ്മളാ കൊടുത്തിരിക്കുന്ന നെയിം വെച്ചിട്ട് ഐഡന്റിഫൈ, എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്ലോട്ടിന് പകരം നമ്മൾ ആ നെയിം കൊടുത്തിരിക്കുന്ന നെയിം വെച്ചിട്ട് അതിനെ റിസീവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട്
ആദ്യം നമ്മൾ കൊടുത്തത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതല്ലായിരുന്നോ? അതേപോലെ പ്രോഡക്റ്റ്. ഇവിടെ നമ്മളെ സ്ലോട്ടിനെ ക്ലോസ് ചെയ്തിട്ടില്ല, പിന്നെ ഓപ്പൺ ചെയ്ത പോലെ ചെയ്തത്. അതാണ് നമുക്ക് എറർ കണ്ടില്ലേ, യൂസർ ഡീറ്റെയിൽസും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും. അപ്പം മൾട്ടിപ്പിൾ ഡീറ്റെയിൽസ് ഇതുപോലെ തന്നെ ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും, സ്ലോട്ട്സ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് എവിടെയാണ് റീയൂസ് ആവുന്നതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഞാൻ നമ്മുടെ ഹോമിന്റെ പേജിലെ, അത് ഞാൻ web.php പോയിട്ട് ഹോമിൽ ലോഗിൻ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഹോമിന് നമ്മൾ ജസ്റ്റ് നെയ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ഹോമിന്റെ അകത്ത് നിന്നിട്ട് ഇതേ സാധനത്തിനെ തന്നെ കോൾ ചെയ്യുവാണ് കേട്ടോ. ഇപ്പോൾ ഉള്ള ഹോമിന്റെ കണ്ടന്റ് ഒക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് സ്ലോട്ട് ഇട്ടു. ഇവിടെ നമുക്ക് എന്താ, ലോഗിൻ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ഇല്ല ഒന്നാമത്. പിന്നെ ഈ ഒരു സ്ലോട്ട് മതി, എനിക്ക് ഒരു സിംഗിൾ സ്ലോട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ഇങ്ങനെ വരുമ്പോൾ ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ എറർ അടിക്കും അല്ലേ. അവിടെ ഇവിടെ എറർ അടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലോഗിൻ യൂസർ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. പ്രീവിയസിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റീവ്സ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം ഈ ഒരു പി ടാഗും അതുപോലെ തന്നെ ഇതും ചെയ്താൽ മതി. പിന്നെ നമ്മൾ വെൽക്കം നല്ല നെയിം കൊടുത്തത് ഞാൻ വേറൊരു ടാബില് ഈ എറർ എന്താന്ന് വെച്ചാലേ, നമുക്ക് ഈ പേജിൽ മാൻഡേറ്ററി ആയിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മളൊരു ഡീഫാൾട്ട് വാല്യൂ കൊടുത്തിട്ടില്ലല്ലോ. അതായത് ഈ ഹോമിൽ നിന്ന് നമുക്ക് യൂസർ നെയിം ഒന്നും പാസ് ചെയ്ത് വരാനില്ല, പക്ഷെ പ്രൊഫൈലിൽ നമ്മൾ യൂസർ നെയിം വരും. സോ യൂസർ നെയിം ഏതർ എം ടി ആവാനുള്ള നള്ളാവാനുള്ള ചാൻസ് ഉണ്ട്, ഡാറ്റ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഡീഫാൾട്ട് ആയിട്ട് നള്ള് സെറ്റ് ചെയ്ത് കൊടുത്തു. റിഫ്രഷ് ചെയ്യാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് ഇതിനകത്ത് ഒരു സ്ലോട്ട് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, ഡീറ്റെയിൽസ് സ്ലോട്ട്. സെക്കൻഡിൽ നമുക്ക് ഡീറ്റെയിൽസും പ്രൊഡക്റ്റും ഉണ്ട്. നമ്മുടെ ഈ ഒരു കോമ്പോണന്റിന്റെ അകത്ത് 2 സ്ലോട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് ഇത് പിന്നെ പ്ലേസ് ഹോൾഡർ പോലെയാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഡീറ്റെയിൽസും പ്രൊഡക്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ലോട്ട് ആയതുകൊണ്ട് അത് ഓൾവേസ് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മൾ ഈ ചെയ്ത പോലെ തന്നെ പ്രോഡക്റ്റ് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രോഡക്റ്റിനെ ചെയ്താൽ മതി. ഇപ്പൊ അഗെയിൻ ഒരു ഇഫ് കണ്ടീഷൻ എഴുതുക. if of not equal to empty of പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പ്രോഡക്റ്റിനെ ഡിസ്പ്ലേ ചെയ്യാം. ഇഫിനെ എൻഡ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇവിടെ റിഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന യൂസറിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന 2 സ്ലോട്ടും വരും. ഹോമിൽ നമുക്ക് ആകെ ഒരു സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഹോമിൽ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ സ്ലോട്ടും കൂടെ, മറ്റെടുത്തില്ലാത്തൊരു സ്ലോട്ടും കൂടെ പാസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എബോട്ട് എന്നങ്ങനെ പറഞ്ഞിട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ബ്ലേഡിൻ്റെ അകത്ത് പ്രോഡക്റ്റ് ചെയ്ത പോലെ ഇതും മാൻഡേറ്ററി തിങ് അല്ലല്ലോ, ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല. സോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റെൻഡർ ചെയ്യാം. 2 വന്നു, ഇവിടെ എബോട്ട് ഉണ്ടാവില്ല. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം നമുക്ക് ഈ ഒരു കോമ്പോണന്റ് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലായില്ലേ. അതായത് നമ്മളൊരു കോമൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂന്ന് അത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പേജസിൽ നിന്ന് അത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എത്രത്തോളം നമുക്ക് ഡൈനാമിക് ആക്കാവോ അത്രത്തോളം നമുക്കിത് ഡൈനാമിക് ആക്കാനും പറ്റും. അതായത് അതിൽ വരുന്ന HTML കണ്ടന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഡാറ്റ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യാം.
ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓരോ കോമ്പോണന്റും അതിന്റെ ഒരു ഫോക്കസ്ഡ് ആയിരിക്കണം. അതായത് ഓരോ കോമ്പോണന്റും ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റിയെ ഹോൾഡ് ചെയ്യാവുള്ളൂ. നമ്മൾ സിംഗിൾ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ എസ്പെഷ്യലി ഒരു സിസ്റ്റം ഡിസൈനിന്റെ ഒക്കെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം അവിടെ കൊണ്ടുപോയി ഇതിൽ എഴുതരുത്. ഇപ്പൊ നമ്മളിത് യൂസർ കാർഡ് ഡിസൈൻ ചെയ്യാനുള്ള കോമ്പോണന്റ് ആണെങ്കിൽ യൂസർ കാർഡിന്റെ ഇത് മാത്രമേ ഇതിൽ വരാവുള്ളൂ. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അലേർട്ട് ബോക്സും കൂടെ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഇത് ചെയ്യരുത്. അപ്പൊ എന്താ, പിന്നെയും അത് കൺഫ്യൂസ്ഡ് ആവും, കോംപ്ലിക്കേറ്റഡ് ആവും. സോ നമ്മൾ എന്താ പറയുക, ഒരു കോമ്പോണന്റ് തന്നെ എല്ലാം കൂടെ ചെയ്യണം എന്ന് വിചാരിക്കുന്നതിന് പകരം ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട്, ഓരോ പർപ്പസിന് സ്പെസിഫിക് ആയിട്ട് ജനറൽ ആയിട്ട് ഒരു കോമ്പോണന്റ് ഫോക്കസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന നെയിം എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നെയിം കൊടുക്കുക. ഇപ്പൊ ജസ്റ്റ് കാർഡ് എന്ന് പകരം ചിലപ്പോൾ മൾട്ടിപ്പിൾ കാർഡുകൾ ഉണ്ടാവും നമ്മുടെ സിസ്റ്റത്തിൽ. യൂസർ കാർഡ് ഉണ്ടാവും, പ്രോഡക്റ്റിന്റെ കാർഡ് ഉണ്ടാവും. സോ ഏറ്റവും പർപ്പസിനെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് നെയിംസ്, ഇപ്പൊ യൂസർ കാർഡ്, പ്രൊഡക്റ്റ് കാർഡ് അങ്ങനെ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എഡ്ജ് കേസസിനെ ഹാൻഡിൽ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എറർ വന്നത് കണ്ടില്ലേ. അതായത് എപ്പോഴും നമ്മളൊരു പുതിയ കാര്യം ഡിഫൈൻ ചെയ്യുമ്പം അത് നമ്മളിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ കോമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയൊരു സ്ഥലത്ത് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു സ്ലോട്ട് വന്നിട്ടുണ്ടാവും. ചിലപ്പം ആ ഒരു സ്ലോട്ട് ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന പേജസിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും എഡ്ജ് കേസിനെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ എക്സിസ്റ്റിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. പിന്നെ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ട വേറൊരു കേസാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ പെർഫോമൻസ്. അതായത് ഇപ്പം ഒരു കോമ്പൗണ്ടിന് തന്നെ മൾട്ടിപ്പിൾ ഇൻസിഡൻസ് ഒക്കെ നമ്മൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടന്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഈ ലോജിക് എപ്പോഴും ലൈറ്റ് വെയിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഈ സ്ലോട്ട്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട്, പിന്നെ ഈ സ്ലോട്ട് കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ കണ്ടന്റുകളാണ്. പക്ഷെ അത് ഓവറായിട്ട് യൂസ് ചെയ്തിരിക്കുക. അതായത് ഒത്തിരി സ്ലോട്ട്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് കൺഫ്യൂഷനും പെർഫോമൻസിനെയും അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് കോമ്പോണൻസ്, നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഒരു കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കോമ്പോണന്റിനെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വ്യൂയിലേക്ക് യൂസ് ചെയ്യുന്നത്, അതിലേക്ക് ഡൈനാമിക് ഡാറ്റ എങ്ങനെയാണ് ലാരവൽ കോമ്പോണൻസിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൽ പറഞ്ഞാൽ മതി. കോമ്പോണൻസ് എപ്പോഴും എന്താ പറയുക, മെയിൻറ്റനബിൾ ആയിട്ടുള്ള, റീയൂസബിൾ ആയിട്ടുള്ള UI എലമെന്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. നമ്മൾ അപ്കമിംഗ് വീഡിയോസിലും പ്രൊജക്റ്റിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.